പാകിസ്ഥാനിലെ ഈ ആഭ്യന്തര കലാപം മൂർച്ഛിക്കുന്നു. മാത്രമല്ല നമസ്കാരം. യെസ്, പാകിസ്ഥാൻ വിഭജനത്തിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകളുണ്ടല്ലോ. പൊതുവിൽ എങ്ങനെ നോക്കിക്കാണാൻ ഈ പാകിസ്ഥാനിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ? തകർച്ചയിലേക്കാണോ ആ രാജ്യം പോകുന്നത്? അല്ല, പാകിസ്ഥാൻ തകർന്നു കഴിഞ്ഞു. ഇതിനകത്ത് ഇനി പാകിസ്ഥാന്റെ വിഭജനത്തിനകത്തുള്ള ഒരു കാര്യമേ ഉള്ളൂ. കാരണം വിഭജന പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ വിഭജനം അംഗീകരിച്ചു പോയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പാകിസ്ഥാൻ തകർന്ന് ഇന്നലെ തന്നെ ഉണ്ടല്ലേ ചൈന പിന്മാറി എന്നുള്ള വാർത്ത സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ചൈനയുടെ സ്ഥാപനങ്ങളും കോൾ സെന്ററുകളും ഒക്കെ സാധാരണ ആൾക്കാർ കയറി കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾക്ക് കാണുവാൻ സാധിച്ചതാണ്. അതായത് അപ്പോൾ അവിടുത്തെ ജനം ഇതിനകത്ത് ഏത് രീതിയിലാണ് നിൽക്കുന്നത്, ജനത്തിന്റെ അവസ്ഥ എന്താണെന്നാണ് അത് കാണിക്കുന്നത്. ഒരു രാജ്യത്തെ ഒരു രാജ്യത്തിനകത്ത് നിന്നും ചൈനക്കാർ അല്ലെങ്കിൽ അവരവിടെ ബിസിനസ് ചെയ്തിട്ടുള്ളതും വളരെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതും അവരുടെ ഷോപ്പിംഗ് മാളുകൾ ഉള്ളതും അവരുടെ കോൾ സെന്ററുകൾ ഉള്ളതും ഒക്കെ ഉണ്ടാകുമ്പോൾ അവര് ഞങ്ങൾ പിന്മാറുന്നു അല്ലെങ്കിൽ അവിടുന്ന് മാറിപ്പോകുന്ന ഒരവസ്ഥ വന്നു, അവിടെ കയറാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു എന്ന് മനസ്സിലാക്കി അവരുടെ സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുന്നത് ഏറ്റവും അരാജകത്വം ഉണ്ടാകുന്ന ഒരു രാജ്യത്ത് സംഭവിക്കുന്നതാണ്. കാരണം ഇതുപോലെ കലാപങ്ങൾ ഉരുത്തിരിയുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കലാപത്തിന്റെ ശേഷിപ്പാണല്ലോ കൊള്ളയടി. നമ്മൾ എവിടെ ചെറിയ കലാപം ഉണ്ടായാലും അതിനകത്ത് കൊള്ളക്കാർ കയറി അറിയാമല്ലോ, കട കൊള്ളയടിക്കുന്നു, ജ്വല്ലറികൾ കൊള്ളയടിക്കുന്നു എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് ബംഗ്ലാദേശിലെ ഈ പറയുന്ന കൊട്ടാരത്തിൽ കയറി ആ ഹസീനയുടെ അടിവസ്ത്രം വരെ എടുത്തുകൊണ്ട് പോയത് നമ്മൾ കണ്ടതല്ലേ. അപ്പം അതിനകത്ത് മൃഗശാലയിൽ കയറി മൃഗങ്ങളെ പിടിച്ചുകൊണ്ട് പോയി കൊന്നു തിന്നുന്നത് നമ്മൾ കണ്ടതല്ലേ. അപ്പൊ അതേ രീതിയിലേക്കുള്ള ഒരു ട്രയൽ ഇപ്പം പാകിസ്ഥാനിൽ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഖൈബർ പത്തുങ്ക മേഖല ഈ പറയുന്നത് തെഹ്രികെ താലിബാൻ അല്ലെങ്കിൽ താലിബാന്റെ കീഴിലായി. ഏകദേശം അവരിപ്പോ ഏരിയ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ അവർക്ക് കൂടുതൽ ഏരിയയിലേക്ക് വരണം. ബലൂചിസ്ഥാൻ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? അവരുടെ ഈ പറയുന്നത് നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത് 10-40 പ്രവിശ്യ ഉള്ളതിനകത്ത് അല്ലെ ജില്ല ഉള്ളതിനകത്ത് 10 ഒക്കെ ഉള്ളവരല്ലേ. ഇപ്പൊ അത് അവര് വിചാരിക്കുന്നതിന്റെ പോലെ പൂർണ്ണമായിട്ട് അവരുടെയിലേക്ക് വരുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സിന്ധ് മേഖലയിൽ പഞ്ചാബ് ആ മേഖല സ്വതന്ത്രമാവുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആയുധമെടുത്ത് റോഡിൽ ഇറങ്ങൂ, സാധാരണക്കാരെ ജനങ്ങളെ ഉൾപ്പെടെ ആയുധമെടുപ്പിച്ച്. അപ്പം ഈ പറയുന്ന POK പിന്നെ അറിയാമല്ലോ, POK ഈ പറയുന്നത് പോലെ സ്വതന്ത്രമാണെന്ന് പറയുന്നതിലും അവിടെ ഈ പാകിസ്ഥാൻ യാതൊരു ഇതുമില്ല. ബലൂചിസ്ഥാൻ കേട്ടത്തില്ല, ബലൂചിസ്ഥാന്റെ സ്വതന്ത്രത്തില്ല അവിടെ. അവർ സ്വതന്ത്രമായിട്ട് ഇന്ത്യയോട് മാറും. അപ്പൊ ഖൈബർ പത്തുങ്ക മേഖലയിൽ അത് സ്വതന്ത്രമാക്കാനും അത് പിടിച്ചടക്കാനും നിൽക്കുന്ന ഖാലിസ്ഥാനികളല്ല, നമ്മൾ ഈ പറഞ്ഞ അഫ്ഗാനികളും അതുപോലെ ഈ പാകിസ്ഥാനകത്ത് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ബലൂചിസ്ഥാനികളും ഈ പറയുന്ന അവിടുത്തെ പഞ്ചാബാണ് സിന്ധ് മേഖല, ആ ഒരു മേഖലയുണ്ട് അവിടെ. ഇവരെല്ലാം കൂടെ യോജിപ്പിലായി. അതായത് ഇവര് പല സമയങ്ങളിലും പല ഘട്ടങ്ങളിലും പല ഗ്രൂപ്പുകളായിട്ട് നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നിടത്ത് വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായി ലക്ഷ്മി. ഇവരെല്ലാം ഇപ്പൊ ഒന്നിച്ചാണ്, പരസ്പരം വലിയ ധാരണയിലാണ്. ഒരിടത്തെ പ്രശ്നം വേറൊരാളുകൂടെ കയറി കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥ. അതായത് ഖൈബർ പത്തുങ്ക മേഖലയിൽ അഫ്ഗാന് വേണ്ട സഹായമെല്ലാം ബലൂചിസ്ഥാൻ പോരാളികൾ ചെയ്തു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ പഞ്ചാബ് സിന്ധ് മേഖലയിൽ അവിടുത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കുന്ന ആ പ്രവിശ്യയുടെ അത് എനിക്ക് തോന്നുന്നു ഇറാൻ ബോർഡറൊക്കെ അവരുടെയും കൂടെ സഹായമുണ്ട്. അവിടെ അവരെയും കൂടെ സഹായിക്കുന്ന ഒരു അവസ്ഥയിൽ അപ്പം ഈ വിഷയങ്ങൾ പണ്ടുണ്ടാവുക എന്നും ആഭ്യന്തര വിഷയം ഉണ്ടായിരുന്നിട്ടുള്ള ഒരു രാജ്യമാണ് ഈ പാകിസ്ഥാൻ. അപ്പൊ അവിടെ ഈ ആഭ്യന്തര വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ പണ്ട് മുതലേ സ്വാതന്ത്ര്യാനന്തരം ഭരണഘടന തന്നെ 10 വട്ടം മാറ്റിയിട്ടുള്ള രാജ്യമാണ്. 10 ഞാൻ ഒരു അക്കം പറഞ്ഞോളൂ, വളരെ കൂടുതൽ സമയം ഭരണഘടന മാറ്റിയിട്ടുള്ള രാജ്യം. അപ്പൊ അവിടെ എന്നും പ്രശ്നം എന്ന് പറഞ്ഞാല് ആരുടെയും കയ്യിൽ ജനാധിപത്യ സംവിധാനത്തിൽ വരുന്ന ഒരു ഗവൺമെന്റിന് മാത്രമായിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചു പോകാൻ കഴിയാത്തൊരു രാജ്യമായിരുന്നു. അതുപോലെ അതിനകത്ത് ഈ പറയുന്ന ഈ ഭീകരന്മാരുടെ തലവന്മാർ തീരുമാനിക്കണം, അല്ലെങ്കിൽ പല പ്രവിശ്യകളും അവരുടെ കയ്യിലായിരുന്നു, പല ഗ്രൂപ്പുകളുടെ കയ്യിലും പല ഭീകര ഗ്രൂപ്പുകളുടെയും കയ്യിലാണ് പല പ്രവിശ്യകൾ ഇരിക്കുന്നത്. അവരവിടെ തീരുമാനിക്കും. ജനാധിപത്യ സംവിധാനത്തിലെ ഗവൺമെന്റ് കുറച്ചെടുത്ത കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. പിന്നെ പട്ടാളം കുറച്ചെടുത്ത. അപ്പൊ ഇങ്ങനെ അന്ന് ഇത് വിഷയമായിട്ടിരിക്കുകയാണ്. ഇപ്പൊ അതിനകത്ത് അവരുടെ ഓരോ ഏരിയകൾ ഓരോരുത്തരുടെ കയ്യിലാണ്, ഓരോ ഗാവുകളില്ല, ചില ഗുണ്ടകളുടെ കയ്യിലിരിക്കുന്നത് അല്ലെ. ഇപ്പൊ അതിനകത്തൊന്ന് സ്വാതന്ത്ര്യം മേടിച്ച് വേറൊരു രാജ്യമായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലായിട്ട് വിഭജിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഖൈബർ പത്തുങ്ക മേഖലയിൽ അഫ്ഗാൻ അവർ പറയുന്നത് അവരുടെ ഏരിയ അവരുടെ ആൾക്കാരോട് കൂടുതലുണ്ട്, ഞങ്ങൾക്ക് മേഖല നിൽക്കുന്നു. ബലൂചിസ്ഥാൻ പറയുന്നത് ഇവന്റെ കൂടെ
എന്നുകൂടിയോ അന്ന് മുതൽ ഞങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കുകയാണ്, ആ മേഖല അവർക്ക് വേണമെന്നുള്ളത്. ഈ പഞ്ചാബ് സിന്ധ് മേഖല ഇതൊക്കെ വളരെ വളരെ ബലവത്തായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 2022 ശേഷം നമ്മൾ പലവട്ടം പറയുന്നുള്ളൂ. അവിടെ ഈ പറയുന്ന ബെൽറ്റ് റോഡ് സംവിധാനം അല്ലെങ്കിൽ വ്യവസായ ഇടനാഴിയൊക്കെ കൊണ്ടുവരുന്നതിനകത്ത് POK-യിൽ കൂടെ ഒക്കെ കൊണ്ടുപോയി ഒരു വണ്ടി ഓടിച്ച് പോകാമെന്നൊക്കെ വിചാരിച്ചതാ ചൈനയും പാകിസ്ഥാനോട്. അതിനുശേഷം ഇത് ഇത്രയും വായ്പയത്. ഇപ്പം പല പ്രാവശ്യം വരുമ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ ഗവൺമെന്റ് വരുമ്പോൾ അല്ലെങ്കിൽ ആ ഗവൺമെന്റിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, ഞങ്ങൾ പിടിച്ചെടുത്തതെന്ന് പറഞ്ഞ് പട്ടാളം പിടിച്ചെടുക്കും. പക്ഷെ ഇപ്പൊ പട്ടാളത്തിന് പിടിക്കാൻ പറ്റുന്നില്ല. പട്ടാളത്തിന് പിടിക്കാൻ പറ്റുന്നില്ല എന്ന പട്ടാളത്തിന് പിടിക്കാനുള്ള ശേഷിയില്ല. പട്ടാളം പിടിച്ചാൽ നിൽക്കുന്ന അവസ്ഥയിൽ ഈ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യപര സേനാനികളും അല്ലെങ്കിൽ അഫ്ഗാൻ സൈന്യവും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് പ്രവിശ്യകൾ സ്വതന്ത്രമാക്കണമെന്ന് പറയുന്ന നിൽക്കുന്ന പോരാളികളും ഒന്നും പട്ടാളത്തിന്റെ കീഴിൽ നിൽക്കുന്നില്ല. കാരണം പട്ടാളത്തെ ഓടിച്ചിട്ട് അടിക്കുന്ന അവസ്ഥ. അതായത് ലോകത്തിലെ നമ്മുടെ പട്ടാളക്കാരില് നമ്മുടെ ഈ കരസേനയ്ക്കകത്തൊക്കെ ഈ പട്ടാളം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ പട്ടാളം എന്ന് പറഞ്ഞാൽ 15 രാജ്യത്തിനകത്ത് വളരെ വലിയ അത്യാവശ്യം മോശമില്ലാത്ത കരസേനയൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ വ്യോമസേന നമ്മൾ ഈ പറയുമ്പം ഇറാൻ ഉണ്ടല്ലോ, ഇറാന് ഈ അമേരിക്കൻ വ്യോമസേന ഇറാനെ ഒക്കെ കയറി ആക്രമിച്ചിട്ടുണ്ട്. കാരണം അതുപോലെ വ്യോമ സംവിധാനം ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഇപ്പൊ എവിടെ പോയെന്ന് അറിയത്തില്ല. കാരണം ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലെ കാര്യമാണ്. മാത്രവുമല്ല, ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ വന്നു കഴിയുന്നത്, ലോകം വളരെ കാലം കൊണ്ട് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ലോകത്ത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ ലോകത്ത് പല രാജ്യങ്ങളുടെയും കയ്യിൽ ഈ അണുവായുധമുണ്ട്. അണുവായുധം അറിയാമല്ലോ. ഇപ്പൊ നമുക്കറിയാം, അമേരിക്കയുടെ കയ്യിലുണ്ട്, റഷ്യയുടെ കയ്യിലുണ്ട്, ഇന്ത്യയുടെ കയ്യിലുണ്ട്, ഇസ്രായേലിന്റെ കയ്യിലുണ്ട്, പല വലിയ രാജ്യങ്ങളുടെ. ചില രാജ്യങ്ങളുടെ കയ്യിൽ അണുവായുധം ഉണ്ടെന്ന് കണ്ടാൽ ആ ആണുവായുധം നിർവീര്യം ചെയ്യുന്നതിനും അത് അനുവദിക്കാത്തൊരവസ്ഥയാണ്. കാരണം ഇറാന്റെ കയ്യിൽ ഇപ്പൊ അണുവായുധം ഇരുന്നാൽ, അത് ഉണ്ടെങ്കിൽ ലോകം ഭയക്കുന്നതിന്റെ കാര്യം എന്നാൽ ഇറാൻ ഇത് കൊടുക്കാൻ സാധ്യതയുള്ള ആർക്കാ? ഹിസ്ബുള്ളയ്ക്ക് വേണേൽ എടുത്തു കൊടുക്കും, ഹൂത്തികളുടെ കയ്യിൽ എടുത്തു കൊടുക്കും, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഹമാസിന്റെ കയ്യിൽ എടുത്തു കൊടുക്കും. എങ്ങനെയാവും കാര്യങ്ങൾ? അവർക്ക് വെളിവും വെള്ളിയാഴ്ച ഉള്ളവന്മാരൊന്നും അല്ലല്ലോ, എങ്ങോട്ടൊക്കെ വെച്ച് കാച്ചു എന്നറിയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഈ പറയുന്ന പോലെ സുരക്ഷിതമല്ലാത്ത രാജ്യം, നമ്മുടെ കൊറിയയിലുണ്ടല്ലോ, ഷാങ്ക്യാങ്ഖു എന്നൊക്കെ പറയുന്ന ഇടത്തുണ്ടല്ലോ, ഇല്ല അമേരിക്കക്കെതിരെ മിസൈൽ ഇതെല്ലാം കൂടെ തിരിച്ചു വെച്ചേക്കുന്ന ഒരു പട്ടണം ഉണ്ടല്ലോ, സ്വേച്ഛാധിപതി അറിയാലോ, ഉത്തര കൊറിയയുടെ, അവന്റെ ഇടയിലുണ്ട് അണുവായുധം. അപ്പം ആ ലോകത്തിന്റെ ത്രട്ടാ അത്. എങ്ങോട്ടൊക്കെ തിരിച്ചു വെച്ചേക്കുന്ന അറിയത്തില്ല. കാരണം അയാൾക്ക് തലയ്ക്കുള്ളില്ല. കാരണം അവിടെ വേറെ ആരും അയാളെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അയാൾക്ക് ഞാൻ തമാശ പറഞ്ഞല്ലേ, അയാൾ സൈക്കോയ ഏത് സമയത്ത് എങ്ങോട്ട് വിടും എന്നറിയാം. അപ്പൊ ലോകത്തിനൊന്നും അത് ഒരു വിഷയമാണ്. കാരണം ഇത് എങ്ങോട്ടൊക്കെ വിടും, ഇതിന്റെ ഭവിഷ്യത്തൊന്നും പുള്ളിക്ക് അറിയത്തില്ല. പുള്ളി പടക്കം പൊട്ടിച്ചിരുന്ന പോലെ ഉള്ളെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യത്തൊക്കെ വിട്ടാല് അയാൾക്കൊന്നും സംഭവിക്കാനൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു വിഷയം, പാകിസ്ഥാനകത്തെ വിഷയം, പാകിസ്ഥാൻ 4ഓ 5ഓ ആയിട്ട് വിഭജിക്കുന്നതിനകത്ത് ലോകത്താർക്കും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ലോകം ഇപ്പൊ നോക്കുന്നേ ഇല്ല. പക്ഷെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം, പാകിസ്ഥാൻ ഛിന്ന ഭിന്നമായിട്ട് ഈ പറയുന്ന പാകിസ്ഥാനകത്തുള്ള അൽഖ്വയ്ദ പോലെയും അതുപോലെ ലോകത്തുള്ള ഭീകര സംഘടനയുടെ മൊത്തം ഹെഡ് ഓഫീസ് ഇവിടെ, അതിന്റെ മൊത്തം ഭീകരന്മാരെ ഇവിടുന്ന് അവർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവന്മാരുടെ കയ്യിൽ. അപ്പൊ ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എങ്ങനെയും കലാപമുണ്ടായി ഓരോരുത്തരുടെയും കൈകളിലേക്ക് ആക്കാൻ. അപ്പം ഈ കലാപത്തിലൂടെ പട്ടാളത്തിന്റെ കയ്യിൽ നിന്ന് ഈ പറയുന്ന പാകിസ്ഥാൻ കൈവിട്ടു പോവുകയും പട്ടാളത്തിന്റെ നിയന്ത്രണത്തിൽ അല്ലാതെ കലാപകാരികൾ കയ്യിലാക്കി പോവുകയും ഈ പ്രോക്സി ഗ്രൂപ്പുകളായിട്ടുള്ള കലാപകാരികളുടെ കയ്യിലോട്ട് ഈ പറയുന്ന പട്ടാളത്തിന്റെയും അല്ലെങ്കിൽ അണുവായുധത്തിന്റെയും ഒക്കെ നിയന്ത്രണം പോകുന്ന ഒരു അവസ്ഥ വന്നാൽ അത് ലോകത്തിന് തന്നെ ഭീഷണിയാണ്. നമ്മൾ പറയുന്നത് പോലെ ജിഹാദ് നടത്തി സ്വർഗത്തിൽ പോയി സ്വർഗരാജ്യം അവിടെ പോയി ജീവിക്കാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെയായി ഈ പറയുന്ന വിവരം കെട്ടവന്മാർ, ഈ ഭീകരന്മാരുടെ തലവന്മാരും ഒക്കെ ആ മാനസികാവസ്ഥയുള്ളവരാ. അപ്പൊ ഇതൊക്കെ അവരുടെ കയ്യിൽ കിട്ടിയാൽ, പാകിസ്ഥാനിലെ ഈ ഏറ്റവും ഉള്ളവരെന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരു ബോധമുള്ളവരല്ല. അവർക്ക് മതം മാത്രമാണ് അവരുടെ. ഇതിന്റെ ശകലം മിഡിൽ ക്ലാസ്സോട്ട് വരുന്നവർക്കേ ഉള്ളൂ ശകലമെങ്കിലും എന്തെങ്കിലുമൊക്കെ. പിന്നെ അപ്പർ ക്ലാസ് അവിടെ വലുതായിട്ടില്ലല്ലോ. അപ്പൊ ഈ ഒരു വിഷയം, ഈ ഒരു പ്രശ്നം വലിയൊരു ഇതായിട്ട് വരികയാണ്. പാകിസ്ഥാനകത്ത് ഇതേപോലെ ഭീകര സംഘടനകളുടെ കൈകളിലേക്ക് പാകിസ്ഥാൻ പോയാൽ അണുവായുധങ്ങളുടെ 5000-ഓളം അണുവായുധങ്ങൾ ഉണ്ടെന്നാണ്. ഉണ്ടോ ഇല്ലയോ എന്ന് അല്ല, അതിന്റെ എണ്ണമൊന്നും, എന്നാലും ലോകം ഇങ്ങനെ അവരുടെ ഒരു കണക്ക് അവർ പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു കണക്ക് ലോകത്തിന്റെ കയ്യിൽ. ഇത് ചെറുതും വലുതായിട്ടുള്ളതാണ്. ഇത് ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ചെറുതായാലും വലുതായാലും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലം. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ലോകം മൊത്തം ഈ ഒരു കാര്യം വളരെ ഭീഷണിയോടും അല്ലെങ്കിൽ ഉറ്റുനോക്കിയും ആണ് ഇരിക്കുന്നത്. വളരെ കാലം മുമ്പേ ഇങ്ങനെ ലോകം ഈ ഒരു കാര്യത്തിൽ വലിയ ജാഗ്രതയിലാണ്. എന്തായാലും ഇപ്പോഴത്തെ ഒരു പോക്ക് പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് ഇന്നലത്തെ ഒരു കൊള്ളയും അല്ലെങ്കിൽ ആ കൊള്ളിയപ്പോക്ക് കണ്ടപ്പോൾ ജനങ്ങൾ മൊത്തവും പാകിസ്ഥാൻ ഗവൺമെന്റ്, ജനങ്ങൾ പോലും
സാധാരണ ജനങ്ങൾ പോലും പാകിസ്ഥാൻ ഗവൺമെന്റിന് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലെ കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അതായത് നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലൊരു ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ കയറിയ പോലീസുകാർ വന്ന് ഒന്നര കാര്യങ്ങൾ. അപ്പൊ ആ രീതിയിലൊന്നും കൊള്ളയ്ക്കും കൊള്ളിവെപ്പിനും രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾക്കോ ഒന്നും പോലീസിനോ പട്ടാളത്തിനോ ഗവൺമെന്റ് സംവിധാനത്തിനോ ഒന്നും നിയന്ത്രണം ഏർപ്പെടുത്താൻ പറ്റാത്ത ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ കയ്യിൽ നിന്ന് അവിടുത്തെ സാധാരണക്കാരന്റെ ഉൾപ്പെടെയുള്ളവരുടെ നിയന്ത്രണം കൈവിട്ടു. അതായത് പാകിസ്ഥാൻ വളരെ വലിയ വലിപ്പത്തിൽ കുഴപ്പത്തിലേക്കായി. അതൊരു വലിയ ഭീഷണിയാണ് നാടിന്. കാരണം അണുവായുധം ഭീകരരുടെ കയ്യിൽ കിട്ടിയാൽ അത് വലിയൊരു അപകടത്തിലേക്ക് എത്തിക്കും. അത് അങ്ങനെ വന്നാൽ നാളുടെ കയ്യിൽ എവിടെയൊക്കെ ഇരിപ്പുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിനോ അല്ലെങ്കിൽ നാളെ കാലത്ത് ഇത് എവിടെയെങ്കിലും വെച്ച് ഉപയോഗിക്കുന്നതിനോ ഒക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. ലോകത്തിന് തന്നെ ആശങ്കയാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.